ഹലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഒരു 2024 മെയ് ഏപ്രിൽ ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. അതായത് ഞാൻ +2 കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ. അപ്പം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ചുമ്മാ ഇടാം എന്നുള്ള രീതിക്കാണ് ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ഇട്ടത്. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു എന്തുകൊണ്ട് ഇത് ഇനിയും ചെയ്തുകൂടാന്നുള്ളൊരു തോട്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും വീഡിയോസ് എന്തായാലും വെറുതെ വീട്ടിൽ നിൽക്കുകയാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെയും ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ആദ്യത്തെ ഒരു 2-3 റീൽസൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ അതങ്ങ് കുറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു. പിന്നെ ആയപ്പോൾ അത് പിന്നെയും കുറഞ്ഞു. അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ തന്നെ ആണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് കുറയും, ഇടയ്ക്കിടയ്ക്ക് കൂടും. ഇതൊക്കെ സ്വാഭാവികം. അങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ചില വീഡിയോസ് കുറച്ച് റീച്ചാവും, ചിലതൊട്ടും റീച്ചാവില്ല. നമ്മൾ വിചാരിക്കുന്ന റീൽസ് ആയിരിക്കില്ല റീച്ച് ആവുന്നതും ആവാത്തതും. ഞാൻ ചിലപ്പം ഇത് വലിയ ഇതൊന്നും ഇല്ല, അത്ര കൊള്ളത്തൊന്നും ഇല്ല, ഇടണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിടുന്ന റീൽസ് ആയിരിക്കും ചിലപ്പോൾ അങ്ങ് കയറി അങ്ങ് പോകുന്നത്. പക്ഷെ നമ്മൾ ഇത് കൊള്ളാം, ഇത് എന്തായാലും റീച്ചാവും എന്ന് വിചാരിച്ചിടുന്ന വീഡിയോസ് ചിലപ്പോൾ ഒട്ടും ലൈക്കൊന്നും കാണില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അൽഗോരിതം. എനിക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ ഒരു അൽഗോരിതം എങ്ങനെയാണെന്ന്. അപ്പം അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഈ കൊളാബ്സ്, പ്രൊമോഷൻ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു പ്രൊമോഷൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എന്നൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോഴാണ് നമുക്ക് കൊള്ളാം ഇനിയും ചെയ്യാം എന്നുള്ളൊരിത് വരുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെയും വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു റീല് കുറച്ച് അങ്ങ് മേലിലേക്ക് പോയായിരുന്നു. അതായത് അത് ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് തന്ന വീഡിയോ ആയിരുന്നത്. അതിന് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു ചേച്ചി മെസ്സേജ് ഇട്ടിട്ട് ഞാനൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരട്ടെ, വീഡിയോ ആക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെന്താ തന്നോളൂ എന്നുള്ളതായിരുന്നു. അക്കൗണ്ടൊക്കെ കയറി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തന്നോളൂ എന്നുള്ളത്. അങ്ങനെ അഡ്രസ്സൊക്കെ കൊടുത്ത് ആ ചേച്ചി അയച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നേ. വേഗത്തിലാണ് എനിക്കത് കിട്ടിയത്. ആം ക്രാഫ്റ്റ്സ് ആലപ്പി എന്നാണ് പേജിൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഒന്നാമത്തെ ഫ്രെയിം. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എൻ്റെ അക്കൗണ്ട് അരിച്ച് പറക്കി അതിലെ നല്ല ഫോട്ടോസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, എല്ലാം നല്ല വാവു ആയിട്ടുണ്ടല്ലേ. നല്ല ക്വാളിറ്റി ഉണ്ടടാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ചെറിയ ഫ്രെയിം. ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഇവിടെ ഒരു കോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ആ ലാസ്റ്റ് റീലിലെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ വേറൊരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞു ഫ്രെയിം കാണുന്നുള്ളൂ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ആ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഈ 2 സംഭവങ്ങൾ ചെയ്തു തന്നു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പേജ് കയറി ആ ചേച്ചീനെ അടുത്തൊന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി. പുള്ളിക്കാരൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും. എടാ ഈ കുഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊരു വാണിയിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ സ്റ്റിക്കോ എന്താണ് ഇനി പറയണ എനിക്കറിയില്ല.
ഇതൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട്, നല്ല രസമുണ്ട് കണ്ട. ഇതൊരു 9 ഫോട്ടോ വെച്ചിട്ടാണ് ഈ കുഞ്ഞ് ഫ്രെയിം. ഇത് കുറച്ചധികം ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ അവർ തന്നെ ആ ചേച്ചി തന്നെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. നല്ല ഭംഗിയുണ്ടല്ലേ അല്ലേ, എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. എനിക്ക് ഇത്രയും ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇത് കണ്ടപ്പോഴാണ് ആലോചിച്ചത്. കൊള്ളാം. ആക്ച്വലി ഞാൻ എൻ്റെ വീഡിയോസിലെടുത്ത എല്ലാ ഡ്രസ്സും എൻ്റെ ഡ്രസ്സല്ല. എൻ്റെ ഡ്രസ്സ് ഉണ്ട്, അതായത് മിക്കതും എൻ്റെ ഡ്രസ്സാണ്, എന്നാൽ എല്ലാം എൻ്റെ ഡ്രസ്സല്ല. ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ അമ്മേൻ്റെ ചുരിദാറാണ്. അത് ഞാൻ ഇത്ര വെച്ച് മാത്രമേ എടുത്തുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ഇതൊന്നും കാണത്തില്ല. പിന്നെ ഇതെൻ്റെ ചേച്ചീൻ്റെ ഉടുപ്പാണ്. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ ആണ് കേട്ടോ. അല്ലല്ല, ഇതെൻ്റെ അനിയത്തീൻ്റെ ഉടുപ്പാണ്. ബാക്കിയെല്ലാം എൻ്റെ. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല രസമുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഹാപ്പിയാണ്, കാരണം നമുക്കൊരു ഗിഫ്റ്റൊക്കെ ആരെങ്കിലുമൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ നല്ലേ. പേജ് മറക്കണ്ട, ക്രാഫ്റ്റ്സ് ആലപ്പി. പിന്നെ ഈ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ എനിക്ക് ആർക്കെങ്കിലും അയച്ചൊക്കെ തരും എന്നൊന്നും. പക്ഷേ ഇതുവരെ എത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വലിയ സംഭവമൊന്നും ആയില്ല, പറഞ്ഞിട്ടോ വലിയ സംഭവമായി അങ്ങനെയൊന്നുമല്ല. എനിക്കിതൊക്കെ ഞാൻ ഹാപ്പിയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെയെന്ന് പറയുമ്പോൾ ആ ചേച്ചി, എനിക്കിത് അയച്ചു തന്ന ആ ചേച്ചി നല്ല സ്നേഹത്തോടെയാണ് എനിക്ക് ചാറ്റ് ചെയ്തത് കേട്ടോ. എനിക്ക് സ്വീറ്റായിട്ടുള്ളൊരു ചേച്ചിയാണ്, സ്നേഹം മാത്രം, അങ്ങനെ ഒരു ചേച്ചിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സോ കാര്യങ്ങളോ ഒക്കെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രാഫ്റ്റ്സ് ആലപ്പി എന്നുള്ള പേജിന് നിങ്ങളൊന്ന് ഓർക്കണം. നന്നായിട്ട് ചെയ്യും. നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങി അത് പകുതി വഴി വെച്ച് നിർത്താണ്ടിരിക്കുക. ഞാൻ ചിലപ്പോൾ അതൊക്കെ നിർത്തും, എന്നാലും മോട്ടിവേഷൻ. നമ്മളൊരു ബെനിഫിറ്റ് ഒന്നും ആഗ്രഹിക്കേണ്ട, ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷത്തിനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഫ്രെയിംസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നന്നായിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ ആണോ? അടിപൊളിയല്ലേ? എടാ, നല്ല നല്ല ഫോട്ടോസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ എല്ലാം കൂടി. ഞാനിതെൻ്റെ റൂമിൽ ഫ്രെയിം ചെയ്തേക്കും. പിന്നെ എൻ്റെ ഫോൺ ഏതാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഏത് ഫോണിലാണ് റീൽസ് എടുക്കുന്നത് എന്നൊക്കെ കുറച്ച് പേര് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ റിയൽമിയാണ്, റിയൽമിയുടെ ഫോണാണ് എൻ്റെ ഇരിക്കുന്നത്. റിയൽമി 8S 5G ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റിക്ക് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോ. പെർഫെക്റ്റ് സാധനം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ, നല്ല ഒരു സംഭവമല്ലേ, നല്ലൊരു ഉണ്ടല്ലേ, കണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് വൺ, ഇതാണ് കുറച്ച് വലുത്, കുറച്ച് നിറയെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സെക്കൻഡ് വൺ. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു വൈറ്റ് ഒരു ലൈൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ക്ലിപ്സൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ റീലായിട്ട് ഇടാൻ വെച്ചിരുന്നതാണ്. ഞാൻ റീലായിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ആ റീലെല്ലാവരും നിങ്ങൾ കാണണം എൻ്റെ ഇൻസ്റ്റയിലെ. അതിൻ്റെ ബാക്ക് വശം വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടിനും അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. കുറച്ചുകൂടി എനിക്ക് ചെറിയ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഒരു കോട്ടൊക്കെ വെച്ചിട്ട്
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് രണ്ടും. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്കും കമൻറ്റും ഫോളോ ഒക്കെ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും തുടർന്നും സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടാറ്റാ.